ശബരിമല വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഭിന്നാഭിപ്രായവുമായി എക്സിക്യൂട്ടീവ് ഓഫീസറും ദേവസ്വം ബോർഡ് പ്രസിഡന്റും. വെർച്വൽ ക്യൂ 80,000 ഉയർത്തണമെന്ന കോടതി പരാമർശം വാട്സപ്പ് സ്റ്റാറ്റസാക്കി എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു. ദേവസ്വം പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, എന്തുകൊണ്ട് ഭിന്നത? ഈ ഭിന്നത എന്താണ് എന്നുള്ളതിലാണ് ഒരു സംശയം നിലനിൽക്കുന്നത് കൃഷ്ണരാജ. കാരണം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം മുതൽ തന്നെ ചർച്ചയായതാണ് വെർച്വൽ ക്യൂവിലൂടെ അയ്യപ്പ ഭക്തർക്കുള്ള ദർശനം. കാരണം ആദ്യഘട്ടത്തിൽ 80,000 പേർക്ക് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കുകയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നൽകുകയും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പോയിരുന്നത്. അതിനു പിന്നാലെ പക്ഷേ സർക്കാരിനുമായി ചർച്ചയ്ക്ക് പിന്നാലെയാണ് അത് 70,000-ആയി വെർച്വൽ ക്യൂ സംവിധാനവും 10,000-ആയി സ്പോട്ട് ബുക്കിംഗ് സംവിധാനവുമായി 80,000-ലേക്ക് നിജപ്പെടുത്തുന്നത്. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ ഇങ്ങനെ 80,000-ആയി നിജപ്പെടുത്തുമ്പോൾ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സമാജം അടക്കമുള്ള സംഘടനകളൊക്കെ തന്നെ ഇതിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. കാരണം ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 90,000 മുതൽ 1.5 ലക്ഷം പേര് വരെ പ്രതിദിനം ദർശനം നടത്തിയിരുന്ന കാലയളവുകൾ ശബരിമലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത് വന്നതുകൊണ്ടാണ് അയ്യപ്പന്മാരുടെ എണ്ണം കുറയ്ക്കുന്നത് എന്ന ഒരു വിമർശനം ഉയർന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ 80,000-ആയി ഉയർത്തണമെന്ന് അല്ലെങ്കിൽ 80,000 ആക്കണമെന്ന ഹൈക്കോടതി പരാമർശത്തെയാണ് ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസറായ ശബരിമലയുടെ പൂർണ്ണമായ അധികാരമുള്ള സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ ഇപ്പോൾ നവമാധ്യമമായ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചിരിക്കുന്നതും. അതിൽ എത്ര പെട്ടെന്നാണ്, അതായത് രാവിലെ 10 മണിയോടുകൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ഏകദേശം ഇന്നലെ, അതായത് ഈ ദർശനം തുടങ്ങി 14 ദിവസം, ഇന്ന് ദർശനത്തിന്റെ മണ്ഡലകാലത്തിന്റെ 14-ാമത്തെ ദിവസമാണ്. അതിൽ ഇന്നലെ മാത്രമാണ് ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ദർശനത്തിലേക്ക് എത്തിയത്. 88,716 പേരാണ് ഇന്നലെ ദർശനത്തിലേക്ക് എത്തുന്നത്. അത് 90,000 പേരെത്തിയാൽ പോലും കൃത്യമായി ഒരു ക്രമാതീതമായി തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രമാതീതമായി അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാവിലെ 10 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഈ വാട്സപ്പ് സ്റ്റാറ്റസുമായി എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ, സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറിന്റെ വിയോജിപ്പ് തന്നെയാണ് അതിൽ നിന്നും പരസ്യമായി പുറത്തു വരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എക്സിക്യൂട്ടീവ് ഓഫീസർ നവമാധ്യമത്തിലൂടെയാണ്, വാട്സപ്പ് എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ കാര്യമാണ്, അദ്ദേഹത്തിന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാം. പക്ഷേ കോടതിയുടെ ഒരു പരാമർശത്തെ, കോടതി മുന്നോട്ട് വെച്ച ഒരു ആശയത്തെ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുമ്പോൾ അത് ബോർഡ് എടുത്ത തീരുമാനം അല്ലെങ്കിൽ സർക്കാർ എടുത്ത തീരുമാനത്തിനും അപ്പുറത്തേക്കാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറും വെർച്വൽ ക്യൂ സംവിധാനത്തിൽ 2 അഭിപ്രായത്തിലാണ്, 2 തട്ടിലാണ്, ഭിന്ന സ്വരത്തിലാണ് എന്നുള്ള കാര്യത്തിൽ ഭിന്നസ്വരം അതിൽ മാത്രമാണോ എന്ന് പറഞ്ഞാൽ മറ്റു ചില കാര്യങ്ങളൂടെയുണ്ട്. അത് പക്ഷേ അത് എത്രമാത്രം നമുക്ക് പറയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിലാണ്. കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പൂർണ്ണമായും ഈ ശബരിമലയുടെ നടത്തിപ്പ് കാര്യങ്ങൾ അതുപോലെ തന്നെ ശബരിമലയുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടേണ്ട ആൾ, അതിൻ്റെ നിയന്ത്രണം നടപ്പിലാക്കേണ്ട ആൾ. കോടതിയുടെ പല പരാമർശങ്ങളും ഉണ്ടാകുമ്പോൾ പോലും എക്സിക്യൂട്ടീവ് ഓഫീസർ രംഗത്തില്ല എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. അദ്ദേഹം പൊന്നമ്പലത്തിന്റെ പരിസരത്തേക്ക് അദ്ദേഹം അധികമായി എത്തുന്നില്ല, ഈ പത്രസമ്മേളനങ്ങളിലേക്ക് അധികമായി എത്തുന്നില്ല, മറ്റു അറിയിപ്പുകൾ നൽകുന്ന കാര്യത്തിലേക്ക് അധികമായി എത്തുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ ഇത് നമുക്ക് ശ്രദ്ധേയമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ അത് ഒരു പടിയൂടി കടന്നാണ് വെർച്വൽ ക്യൂവിന്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഭിന്നസ്വരം അദ്ദേഹം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. കാരണം 80,000 ആക്കണമെന്നുള്ളതാണ് ആദ്യമെടുത്ത തീരുമാനത്തിൽ തന്നെ ഒരു നിലപാടുണ്ടാകണമെന്നത് അയ്യപ്പ ഭക്തരുടെ ആവശ്യമായിരുന്നു. കാരണം നമുക്ക് ഇപ്പോൾ തന്നെ ആ സൈറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല ദിവസത്തെയും ബുക്കിങ്ങുകൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലത്തെ കണക്ക്, അതായത് ഇന്നലെയാണ് കഴിഞ്ഞ മണ്ഡലകാലത്തിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നത്. അതിൽ ഏകദേശം 70,000 പേര് വെർച്വൽ ക്യൂ ബുക്കിങ്ങും അതുപോലെ തന്നെ 15,000-ഓളം പേര് സ്പോട്ട് ബുക്കിങ്ങിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ 85,000 പേര് എത്തുന്നു. അല്ലാതെ എത്തുന്നവർക്ക് കൂടി ദർശനത്തിലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും വലിയ സംഖ്യയിലേക്ക് പോകുന്നത്. 88,000-ലധികമുള്ള സംഖ്യയിലേക്ക് ദർശനത്തിലേക്ക് പോകുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും എക്സിക്യൂട്ടീവ്
ഓഫീസർ പരസ്യമായി വെർച്വൽ ക്യൂ സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം തന്നെ അത് വാട്സപ്പ് സ്റ്റാറ്റസായി അദ്ദേഹം ഇടുന്നു. കോടതിയുടെ പരാമർശം, കോടതി മുന്നോട്ട് വെച്ച ജഡ്ജിമെന്റ് തന്നെ അദ്ദേഹം വാട്സപ്പ് സ്റ്റാറ്റസിലാക്കുന്നതോടുകൂടി ബോർഡ് എടുത്ത തീരുമാനമല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരികയാണ് കൃഷ്ണരാജ്. ശരി, ശബരിമല വെർച്വൽ ക്യൂ സംവിധാനത്തിൽ ദേവസ്വം പ്രസിഡന്റും എക്സിക്യൂട്ടീവ് ഓഫീസറും തമ്മിൽ ഭിന്നാഭിപ്രായമെന്ന് വ്യക്തമാകുന്നു. വെർച്വൽ ക്യൂ 80,000 ഉയർത്തണമെന്ന കോടതി പരാമർശം വാട്സപ്പ് സ്റ്റാറ്റസാക്കിയത് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം.